നമസ്കാരം. കൊല്ലവർഷം 1202 എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. ചിത്തിര നാളുകാർക്ക് ഈ 1202 ഗുണദോഷ സമ്മിശ്രമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം പെട്ടെന്ന് ശരിയാകണമെന്നൊന്നുമില്ല. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് കിട്ടാനിടയുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി പരിശ്രമം തുടരുക. നിങ്ങളുടെ കർമ്മരംഗത്ത് ഒട്ടേറെ നല്ല മാറ്റങ്ങൾ വന്നു ചേരും. പ്രവർത്തന രംഗത്ത് ഗുണകരമായ സാഹചര്യം ഉണ്ടാകും. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി പരിശ്രമിച്ചാൽ നിങ്ങളുടെ ഈ സ്വയം തൊഴിൽ മേഖലയെ ക്രമമായി പടിപടിയായി വികസിപ്പിച്ചു കൊണ്ടുവരാനും നല്ല വിജയത്തിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് അവസരം കിട്ടും. വളരെയധികം ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. പുരോഗതിയിലേക്ക് വരാൻ നിങ്ങൾക്ക് അവസരം അതുവഴി കിട്ടുന്നതാണ്. വിവിധ രംഗങ്ങളിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ഒക്കെ നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് വരാം. കച്ചവടക്കാർക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും, സാമ്പത്തിക നേട്ടമുണ്ടാകും, വളർച്ചയും കിട്ടും. എങ്കിലും പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തണം. അല്ലാത്ത പക്ഷം നഷ്ടങ്ങളും ഉണ്ടാകാം. സാമ്പത്തികമായി നിങ്ങൾ പുതിയതായി പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ബിസിനസ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും ഗൃഹനിർമ്മാണമോ മറ്റ് കെട്ടിട നിർമ്മാണങ്ങളിലോ പണം മുടക്കിയാലും ഷെയർ പോലെയുള്ള രംഗങ്ങളിൽ പണം മുടക്കിയാലും വസ്തു വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ പണം മുടക്കിയാലും സാമ്പത്തിക നഷ്ടങ്ങളോ പാഴ്ചെലവുകളോ ഒഴിവാക്കാൻ പ്രത്യേകം കരുതലെടുക്കുക. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ കുറെ കൂടി ജാഗ്രത ആവശ്യമുണ്ട്. ശ്രദ്ധാപൂർവം പരിശ്രമിച്ചാൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ലഭിക്കാം. കുടുംബപരമായി ചെറിയ സ്വസ്ഥത കുറവുകളൊക്കെ അനുഭവപ്പെടാം. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. എല്ലാവരോടും ക്ഷമയോടെയും ശാന്തതയോടെയും ഇടപെട്ട് ശീലിക്കുക. അങ്ങനെ ആയാൽ ഗുണങ്ങൾ ഉണ്ടാകും. മനസ്സിൻ്റെ ടെൻഷനും പിരിമുറുക്കവും ഒഴിവാക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിൻ്റെ പിരിമുറുക്കം കൂട്ടരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ടെൻഷൻ വർദ്ധിപ്പിക്കരുത്. യോഗയും മെഡിറ്റേഷനും ഒക്കെ ശീലിക്കുന്നതും ഗുണം ചെയ്യും. തികച്ചും നൂതനമായ കർമ്മരംഗത്ത് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങളിൽ കുറെ പേർക്ക് അവസരമുണ്ടാകും. ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിലോട്ട് ഇറങ്ങാനുള്ള അവസരമാണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ശ്രദ്ധയോടെ ചെയ്യുക. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. തുടർച്ചയായുള്ള തലവേദനകളോ നാഡീ ഞരമ്പുകളെ ബാധിക്കുന്ന നടുവേദന, കഴുത്തുവേദന പോലെയുള്ള അവസ്ഥകളോ മറ്റ് പല രീതിയിലുള്ള പ്രയാസങ്ങളോ നിങ്ങൾക്ക് അനുഭവപ്പെടാം. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. കടകളും മറ്റും സ്വന്തമായി നടത്തുന്നവരും പണമിടപാടുകളിലും വായ്പ എടുക്കുന്നതിലും മറ്റും കുറെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കുടുംബപരമായ ക്ഷേത്രങ്ങളോ കാവുകളോ ഉള്ളവർ ദൈവാധീനമൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല കാലഘട്ടം വരും. പൊതുവെ നിങ്ങളുടെ സമഗ്രമായ രാശിചിന്ത ചെയ്ത് നല്ല പരിഹാരങ്ങൾ കണ്ട് മുമ്പോട്ട് പോയാൽ എല്ലാ ഗുണങ്ങളും വന്നു ചേരുന്നതാണ്.